PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്നുമുതലേ കേൾക്കാൻ തുടങ്ങിയ സംഗതിയല്ലല്ലോ. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോ അവര് ഭയങ്കരമായിട്ട് വീണ്ടും സമരം നടത്തുന്നുണ്ട്. അവർ പറഞ്ഞ 10 ലക്ഷം രൂപ കൊടുത്താൽ LD ക്ലാർക്കിന്റെ പണി കിട്ടും പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ. അതായത് പിൻവാതിൽ നിയമനങ്ങൾ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കൃത്യമായി PSCയുടെ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറി വന്ന ഞങ്ങൾക്ക് നിയമനം ലഭിക്കുന്നില്ല. ഇപ്പൊ ആ ലിസ്റ്റിന്റെ കാലാവധി തീരാറായി, അതോടുകൂടി ഞങ്ങളുടെ ചാൻസ് പോവുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്ന ഒരു കാഴ്ച. എനിക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കുറച്ച് മാസങ്ങൾക്ക്, ഏകദേശം 1 വർഷം ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പബ്ലിക് ഒപ്പീനിയനിലേക്ക് ഇതിലുള്ള ഒരു ഉദ്യോഗാർത്ഥി മെസ്സേജ് അയച്ച് ഞങ്ങളുടെ കാര്യം മാധ്യമത്തിന് സംസാരിക്കണം, മെയിൻ സ്ട്രീമിലൊന്നും സംസാരിക്കാനായിട്ട് ഇപ്പൊ അവർ എടുക്കുന്നില്ല, അതുകൊണ്ട് യൂട്യൂബിലെങ്കിലും സംസാരിച്ചാലോ എന്ന് കരുതിയാണ് പബ്ലിക് ഒപ്പീനിയനിലേക്ക് വിളിച്ചത്. ദയവേത് വന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം, നാട്ടുകാരെ അത് അറിയിക്കണമെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് ഒപ്പീനിയന്റെ ടീം അവിടെ ചെല്ലുകയും ഏകദേശം അവരുടെ മീറ്റിംഗ് തീർന്നത് വരെ, അവരോട് മീറ്റിംഗ് നടത്തുവാണ്, അത് കഴിഞ്ഞിട്ടാണ് സംസാരിക്കാമെന്ന് പറഞ്ഞത്, 4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. 4 മണിക്കൂറിന് ശേഷം ഈ ഉദ്യോഗാർത്ഥി പുറത്തു വന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ചാൽ, മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പൊ മീഡിയനോട് സംസാരിക്കണ്ട, ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലി കിട്ടാതായാലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയനെ വിളിക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അതിനുശേഷമാണ് ഈ കണ്ട കാലഘട്ടത്തിലുള്ള പല പല കാര്യങ്ങളും ഉണ്ടായി, വേറെ വേറെ ന്യൂസുകൾ വന്നു, പലയിടത്തും സംസാരിച്ചു, പലയിടത്തും സമരം കടന്നു, അത് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം പബ്ലിക് ഒപ്പീനിയനെയും 2-3 വട്ടം സമീപിച്ചിരുന്നു. നിർഭാഗ്യവശാൽ 4 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയൻ ടീം പിന്നീട് അതെടുക്കാൻ തയ്യാറായില്ല. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, പ്രതികരിക്കുന്നതിന് ഒരു സമയമുണ്ട്. എന്ത് കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും നിങ്ങൾ കൃത്യമായ സമയത്ത് അതിനെതിരെ പ്രതികരിക്കണം. നിങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ വഴങ്ങിക്കൊടുക്കുമ്പോൾ, നിങ്ങൾ പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ സമയമാണ്. ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി സമയം തന്നവർ നാളെ നിങ്ങൾക്ക് വേണ്ടി സമയം തന്നു എന്നിരിക്കില്ല. ഇപ്പോൾ ഈ സമരം കാണുമ്പോഴും എനിക്ക് ഒന്നും തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, വിഷമം തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒന്നും തോന്നുന്നില്ല. നിങ്ങൾ ആ സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ, അത് തുടക്ക സമയമാണ്, ഈ രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പാക്ട് ഇത് തന്നെ ആയിരിക്കില്ല. പ്രതികരിക്കാൻ പേടിച്ച് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു പാഠമാണിത്. നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ നാട്ടുകാർക്കൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പോവും, നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം പോവും മിണ്ടാതിരുന്ന്.